നമസ്കാരം. വടകര MDMA കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന പേരാമ്പ്ര BRCയിലെ താൽക്കാലിക അധ്യാപിക കീർത്തന തനിക്ക് ലഹരി ഇടപാടുകളിൽ പങ്കില്ലെന്നും അക്കൗണ്ടുകൾ മൈനസിലാണെന്നും അവകാശപ്പെട്ടിരുന്നെങ്കിലും ഇത് വ്യാജമാണെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. പ്രതികളുമായി ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ കീർത്തന നടത്തിയിട്ടുണ്ടെന്നും ഇതിന് കൃത്യമായ തെളിവുകളുണ്ടെന്നും പോലീസ് ചൂണ്ടിക്കാട്ടി. കീർത്തനയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് വടകര NDPS കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയിലാണ് അന്വേഷണ സംഘം ഞെട്ടിക്കുന്ന വിവരങ്ങൾ അക്കമിട്ട് നിർത്തിയത്. കേസിലെ ഒന്നാം പ്രതി സഫ്വാനിൽ നിന്ന് കീർത്തന പണം സ്വീകരിച്ചതായി തെളിഞ്ഞിട്ടുണ്ട്. ഇതിനു പുറമെ കേസിലെ മറ്റ് പ്രതികളായ കാവ്യ, നേഷ്മ, ജിജിൽ എന്നിവർക്ക് കീർത്തന തിരിച്ച് പണം അയച്ചു നൽകിയതായും പോലീസിന്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധനയിൽ വ്യക്തമായി. കീർത്തനയുടെ മൊബൈൽ ഫോൺ വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ കേസിൽ ഉൾപ്പെട്ട മറ്റ് ലഹരി മാഫിയ അംഗങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നിർണായക ചിത്രങ്ങളും ലഹരി കൈമാറ്റവും പണമിടപാടും സംബന്ധിച്ച ചാറ്റുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഒരു അധ്യാപിക എന്ന നിലയിൽ സ്കൂൾ കുട്ടികളെ ലഹരി വിൽപ്പനയ്ക്കായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലീസിന് ശക്തമായ സംശയമുണ്ട്. ലഹരി കടത്തിനായി കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുമായി പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. തുടർന്നാണ് കീർത്തനയെ പോലീസ് കസ്റ്റഡിയിൽ വിടാൻ കോടതി ഉത്തരവിട്ടത്. 3 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് ആവശ്യപ്പെട്ടതെങ്കിലും 2 ദിവസത്തെ കസ്റ്റഡിയാണ് വടകര NDPS കോടതി ജഡ്ജി അന്യസയിൽ അനുവദിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്കകം പ്രതിയെ തിരികെ കോടതിയിൽ ഹാജരാക്കാനാണ് നിർദ്ദേശം. അതേസമയം കേസിലെ മറ്റു പ്രതികളായ കാവ്യ, നേഷ്മ, സഫ്വാൻ എന്നിവരുടെ ജാമ്യാപേക്ഷയിലും കോടതി വാദം കേട്ടു. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട പ്രതികൾക്കെതിരെ വ്യക്തമായ തെളിവുകളൊന്നുമില്ലെന്ന് പ്രതിഭാഗം അഭിഭാഷകർ വാദിച്ചെങ്കിലും തെളിവുകൾ ശേഖരിച്ചു വരികയാണെന്നും അതിനാൽ കസ്റ്റഡി അത്യാവശ്യമാണെന്നും പ്രോസിക്യൂട്ടർ EV ലിജീഷ് കോടതിയിൽ ശക്തമായി വാദിച്ചു. അതിനിടെ കോടതി നടപടികൾക്ക് ശേഷം പുറത്തിറക്കിയപ്പോഴാണ് കീർത്തന മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറച്ചിൽ നടത്തിയത്. എൻ്റെ 2 ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റും നിങ്ങൾ പരിശോധിച്ചോ? 2ലും ലോൺ അടവ് കാരണം അക്കൗണ്ട് മൈനസ് ആണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് പൂർണ്ണമായ അസത്യമാണ്. മാധ്യമങ്ങൾ സത്യം അറിയണം. എനിക്ക് ഈ കേസിൽ ഒരു പങ്കുമില്ല. ആർക്കും MDMA കൊടുത്തിട്ടില്ല. ഞാനൊരു അധ്യാപികയാണ്, ഒരു ആൺകുട്ടിയുടെ അമ്മയാണ് എന്ന് രോഷാകുലയായി കീർത്തന മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതിനിടയിലാണ് കേസിൽ അറസ്റ്റിലായ ജിജിൽ കുര്യാക്കോസിന് മറ്റ് പ്രമുഖ MDMA കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നും പോലീസ് കണ്ടെത്തിയത്. ജിജിലിന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ച പോലീസിന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചത്. കഴിഞ്ഞ 1 വർഷത്തിനിടെ ജിജിലിന്റെ ബാങ്ക് അക്കൗണ്ടിലൂടെ 1 കോടി രൂപയുടെ ഇടപാടുകൾ നടന്നതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ സിംഹഭാഗവും MDMA വാങ്ങുന്നതിനും നൽകുന്നതിനുമായി നടത്തിയതാണെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അധ്യാപികമാരായ കീർത്തന, കാവ്യ, നേഷ്മ എന്നിവരുമായി ജിജിൽ ലക്ഷങ്ങളുടെ പണമിടപാടുകൾ നടത്തിയിട്ടുണ്ട്. ജിജിലുമായി സമാനമായ രീതിയിൽ ഒട്ടേറെ പേർ ലഹരി പണമിടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും പയ്യോളിയിലേത് ഇതിലൊന്നു മാത്രമാണെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഈ സാഹചര്യത്തിൽ അടുത്തിടെ മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ MDMA പിടികൂടിയ എല്ലാ കേസുകളിലും പോലീസ് തുടരന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എവിടെ നിന്നാണ് ലഹരിമരുന്ന് എത്തുന്നത്, ആർക്കൊക്കെയാണ് ഇതിനായി പണം അയച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഈ ലഹരി ശൃംഖലയുടെ പ്രധാന സൂത്രധാരന്മാരിൽ ഒരാളായ വയനാട് സ്വദേശി ഷിൻഡോയ്ക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ജിജിലും ഷിൻഡോയും മംഗളൂരുവിലെ പഠനകാലത്താണ് പരിചയപ്പെടുന്നത്. വ്യത്യസ്ത കോഴ്സായിരുന്നുവെങ്കിലും ഇരുവരും സുഹൃത്തുക്കളായി മാറുകയായിരുന്നു. പിന്നീടാണ് ഇവർ MDMA ഇടപാടുകളിലേക്കും ഇറങ്ങിത്തിരിച്ചത്. പഠനത്തിന് ശേഷവും ഇരുവരും ലഹരി വ്യാപാരം തടസ്സമില്ലാതെ തുടർന്നു. ഒളിവിലുള്ള ഷിൻഡോയെ എത്രയും വേഗം പിടികൂടുന്നതോടെ ഈ വലിയ ലഹരി ശൃംഖലയെക്കുറിച്ചും അതിലുൾപ്പെട്ട കൂടുതൽ ഉന്നതരെക്കുറിച്ചും വ്യക്തമായ ചിത്രം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം.